സൗഖ്യമാക്കുന്ന റാഫയല്ലേ നീ, ശുദ്ധമാക്കുന്ന മക്കദേശല്ലേ, സൗഖ്യമാക്കുന്ന റാഫയല്ലേ നീ, ശുദ്ധമാക്കുന്ന മക്കദേശല്ലേ. യേശുവിൻ പാദം ചുംബിക്കുന്നേ, യാത്ര തീരും നാൾ വരെയും. യേശുവിൻ പാദം ചുംബിക്കുന്നേ, യാത്ര തീരും നാൾ വരെയും. ഞാൻ നിത്യം ചാരും മാർവല്ലേ, അഗാപ്പയാകും യേശുവേ. ഞാൻ നിത്യം ചാരും മാർവല്ലേ, അഗാപ്പയാകും യേശുവേ. എൻ രക്ഷയേ, എൻ പാറയേ, എൻ രക്ഷയേ, എൻ പാറയേ. വോയിസ് ഓഫ് ലവിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരു നല്ല വചനം കർത്താവ് നൽകുന്നു. സങ്കീർത്തനങ്ങൾ 16 കർത്താവ് ഇന്ന് നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന വചനം, അതിൻ്റെ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എന്തോ ഒരു നല്ല വചനമല്ലേ. ആമേൻ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകും. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കും. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കും. നമ്മുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണ്. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? എൻ്റെ എല്ലാറ്റിൻ്റെയും പങ്ക് യഹോവയാണ്. ദൈവത്തിൻ്റെ എല്ലാ അവകാശത്തിൻ്റെ പങ്ക് ഞാനുമാണ്. സ്തോത്രം. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട്, നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കും. എനിക്കെന്തൊക്കെയുണ്ടോ അതിനെല്ലാം പരിപാലിക്കുന്നത് അപ്പാ നീയാ. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന നീയാ, സമ്പത്തിനെ പരിപാലിക്കുന്ന നീയാ, ആരോഗ്യത്തെ പരിപാലിക്കുന്ന നീയാണ്. ശരീരത്തിൽ ക്ഷീണങ്ങളൊക്കെ വരുമ്പം പേടിക്കുന്നില്ലേ? നിൻ്റെ ശരീരത്തെയും നിൻ്റെ കുടുംബത്തെയും എല്ലാം പരിപാലിക്കും ദൈവമാണ്. ആ വചനം പറയും, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. സ്തോത്രം. നമ്മുടെ കണ്ണിൻ്റെ മുൻപിലൊന്നും അല്ലായിരിക്കാം കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. അവർക്ക് ഒത്തിരി ദൂരെയായിരിക്കും, പക്ഷെ അവർ നിൻ്റെ ഓഹരിയാണ്. കർത്താവ് അതിനെല്ലാം പരിപാലിക്കും. ആ കുഞ്ഞുങ്ങളൊന്നും തകർന്നു പോകാനോ നശിച്ചു പോകാനോ ദൈവം അനുവദിക്കത്തില്ല. അത് നിൻ്റെ ഓഹരി തന്നെ അല്ല, അത് ദൈവത്തിൻ്റെ ഓഹരി കൂടെയാണ്. അപ്പം ദൈവത്തിനെ പരിപാലിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയണം, അളവൊന്നുപോലെ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കും. ഏതൊക്കെയോ സ്ഥലത്ത്, ഏതൊക്കെയോ ഇടത്ത് നിനക്ക് ചില അളവുനൂലുകൾ വീണിരിക്കുക. ദൈവം തന്നെ ചില നിനക്ക് അളന്നു തരാം. ദൈവം തന്നെ ചില നിനക്ക് മാറ്റി വെച്ച് തരാൻ പോകും. അതാർക്കും എടുക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ നിനക്ക് വേണ്ടി ദൈവം ഈ ദിനങ്ങളിൽ മാറ്റിവെക്കുകയാണ്. ചില അവകാശമൊക്കെ നിനക്ക് ലഭിക്കാൻ പോകും. കഴിഞ്ഞ നാളുകൾക്ക് ലഭിക്കാതെ പോയ ചിലതെല്ലാം നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. സ്തോത്രം. അതിനകത്ത് ഒത്തിരി കേസും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറും. ഈ വചനം ഇന്നിവിടെ റിലീസ് ചെയ്തിരിക്കുന്നു. അമേൻ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാവിധത്തിലും മാന്യമായ ചിലത് ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ധൈര്യപ്പെടുക. ഇന്ന് ദൈവം തരുന്ന വചനം ഇത്ര ഉറപ്പുള്ള വചനമാണ്. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ മുഴുവൻ അനുഗ്രഹിക്കുകയും ഇന്ന് വരെ ലഭിക്കാത്ത ചിലത്, കഴിഞ്ഞ നാളുകളൊക്കെ വാദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ പലതും ലഭിക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. ദൈവം തന്നെ നിങ്ങൾക്കായി ഇറങ്ങി നിൽക്കുന്നു. നമുക്ക് ഈ വചനത്തെ വിശ്വസിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവകാശങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. യേശുവേ, ഞങ്ങളുടെ അവകാശത്തിൻ്റെയും
കർത്താവെ പങ്കങ്ങിയായിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ്. Yes. ഞങ്ങൾക്കുള്ള സകലത്തിനെയും അങ്ങ് പരിപാലിക്കുന്നതിന് നന്ദി പറയും. Yes. ഞങ്ങളുടെ ഓഹരിയെ, ഞങ്ങളുടെ പോഷനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നീക്കി വെച്ചിരിക്കുന്നതിനെ എല്ലാം അങ്ങ് പരിപാലിച്ച് ഞങ്ങളെ മുൻപോട്ട് വഴി നടത്തുന്ന അങ്ങയുടെ വലിയ ദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പൽക്കാലം പരിപാലിക്കുന്നതിന് നന്ദി പറയും കർത്താവ്. ഞങ്ങളുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയും കർത്താവ്. ഞങ്ങൾ ഏതെല്ലാം മേഖലകളിലായിരിക്കുന്നു അവിടെയെല്ലാം അങ്ങയുടെ പരിപാലനം ഞങ്ങളോട് കൂടെ ഉള്ളതിന് നന്ദി പറയുന്നു കർത്താവ്. കർത്താവ്, ഇന്ന് പൽക്കാലം ചില അവകാശങ്ങൾ ഞങ്ങൾക്കായി അങ്ങ് നൽകുന്നതിന് നന്ദി പറയും. ആ അവകാശങ്ങളെ ഞങ്ങൾ പ്രാപിക്കുന്നു. ക്രിസ്തുവിലുള്ള സകലവിധമായ അവകാശങ്ങളും അങ്ങ് ഞങ്ങൾക്ക് സ്വന്തമാക്കി നൽകി, അതിനെ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഈ വചനത്തെ ഇന്നത്തെ ദിവസം നിങ്ങൾ കൺഫസ് ചെയ്യണം. വേറെ നിരാശകളും ദുഃഖങ്ങളും ഒന്നും നിങ്ങൾ കൺഫസ് ചെയ്യരുത്. വചനം കൺഫസ് ചെയ്യണം. എന്താണ്? എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകും. എൻ്റെ ഓഹരി അവൻ പരിപാലിക്കും. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കും. നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കും. അതെ കർത്താവ്, ഞങ്ങൾ ഈ മക്കളെ ബ്ലസ് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ അവരെ അയക്കുകയാണ്. അവരുടെ ജോലി, അവരുടെ ബിസിനസ്, അവരുടെ തലമുറകൾ, അവരുടെ പഠനം എല്ലാം ബ്ലസ്ഡ് ആകട്ടെ. അവരേറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൊടിക്കീഴിൽ അവർ ഇന്നത്തെ ദിവസം യാത്ര ചെയ്യട്ടെ. പിശാചൊരുക്കുന്ന എല്ലാ കണികളെയും എല്ലാ തന്ത്രങ്ങളെയും യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. ഒരു ജയത്തിൻ്റെ സാക്ഷ്യമായി ഇന്നത്തെ ദിവസം തീരട്ടെ. അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനത്തെ കൺഫസ് ചെയ്യണം. നിരാശകൾ പറയരുത്. ഈ വചനത്തെ തന്നെ കൺഫസ് ചെയ്ത് ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകുക. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഷലോം. ആമേൻ.